ഒന്നാം തീയതി ശമ്പളം ലഭ്യമായി തുടങ്ങിയതിന് പിന്നാലെ KSRTC ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും തിരുവനന്തപുരം കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പും KSRTCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രാൻസ്പോ 2025 ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഇടതുഭരണത്തിൽ വലിയ മാറ്റങ്ങളാണ് KSRTCയിൽ ഉണ്ടായതെന്നും അധികം വൈകാതെ KSRTCക്ക് ലാഭത്തിലേക്ക് വരാൻ കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാലും പ്രത്യാശ പ്രകടിപ്പിച്ചു. KSRTC വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. 50 പരിഷ്കാരങ്ങൾ അടുത്തിടെ KSRTCയിൽ നടപ്പാക്കി. ഇവ പൂർണ്ണമായും വിജയം കണ്ടു. ജീവനക്കാർക്ക് ശമ്പളമില്ലാതിരുന്ന സ്ഥിതി മാറി ഇപ്പോൾ ഒന്നാം തീയതി തന്നെ ശമ്പളം ലഭിക്കുന്നു. ശമ്പളം കൃത്യമായി ലഭിച്ചു തുടങ്ങിയതിനു ശേഷം KSRTC ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെട്ടു. ഇക്കുറി ഓണത്തിന് ജീവനക്കാർക്ക് ബോണസും നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടി, ഓണത്തിന് ബോണസും കിട്ടാൻ പോവുകയാണ്. ആ സന്തോഷം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനത്തിൽ കാണിക്കാറുണ്ട്. കൃത്യമായി ശമ്പളം തന്നു തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ പ്രവർത്തന മികവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. ഞാൻ ഓരോ വാഹനത്തിൻ്റെയും കളക്ഷനും അതിൻ്റെ തട്ടലും മുട്ടലും എല്ലാം നേരിട്ട് അന്വേഷിക്കുന്ന ഒരാളാണ്. ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ട്രാൻസ്പോ 2025 ഭദ്രദീപം തെളിയിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 9 വർഷം കൊണ്ട് 11,600 കോടി രൂപയാണ് സർക്കാർ KSRTCക്ക് നൽകിയതെന്ന് ധനമന്ത്രി പറഞ്ഞു. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന 80 കോടിയിൽ 50 കോടി രൂപയും സർക്കാർ നേരിട്ടാണ് നൽകുന്നത്. ഇതിന് മാറ്റം വരേണ്ടതുണ്ടെന്നും KSRTCക്ക് ലാഭത്തിലെത്താൻ സാധിക്കുമെന്നും ധനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. KSRTCയുടെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളത്തിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം കൊടുക്കേണ്ടി വന്നത് ഈ ഗവൺമെന്റ് കാലത്താണ്. ഒരു മാസം 80 കോടിയിലധികമാണ് നിങ്ങളുടെ ശമ്പളം. 50 കോടിയും ധനകാര്യ വകുപ്പ് നേരിട്ടാണ് നൽകുന്നത് എന്നുള്ള ഒരു സ്ഥിതി ഒരു പ്രത്യേകതയാണ്. അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 11,600 കോടി രൂപയാണ് KSRTC മേഖലയിൽ സംസ്ഥാന സർക്കാർ ഏത് സംസ്ഥാനത്തും ഏത് കാലത്തും ഇല്ലാത്തതുപോലെ വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. KSRTC പുതുതായി നിരത്തിലിറക്കിയ 143 വാഹനങ്ങളുടെയും മറ്റ് വാഹനങ്ങളുടെയും പ്രദർശനം എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ട്രാൻസ്പോ 2025 സമാപിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.